ഹലോ ഫാമിലി, വെൽക്കം ബാക്ക് ടു ബീന മിസ് ലൈഫ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനും മിച്ചുവും കൂടെ ഈ ടെറസ് കുറേയൊക്കെ ക്ലീൻ ആക്കി കുറേയൊക്കെ ചെടിയൊക്കെ വെച്ചൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ, വൈകുന്നേരം ചായയൊക്കെ കുടിക്കാൻ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ടാക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമാണ്. പക്ഷേ ഭയങ്കര ചൂടും വെയിലും ഒക്കെ ആയത് കാരണം എങ്ങനെയാവും അറിയില്ല. വൈകുന്നേരം 5 മണിക്ക് എന്തോരം ചൂടായി, എനിക്കെപ്പോഴും ചൂടാണല്ലോ. നമ്മുടെ ഗാർഡൻ അപ്ഡേഷൻ വീഡിയോസ് കാണുന്നവർക്കറിയാം, മുമ്പത്തേതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഈ ഒരു കോർണറിൽ വന്നിട്ടുണ്ട്. നമ്മൾ കിളിർപ്പിച്ച് വെച്ചിരുന്ന കുറേ ചെടികൾ പലകയും ഇഷ്ടികയും ഒക്കെ വെച്ച് ഇങ്ങനെ തട്ടൊക്കെ ഉണ്ടാക്കി ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് അറേഞ്ച് ചെയ്തപ്പോൾ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഇപ്പോൾ രണ്ടെണ്ണം കൂടെ എടുക്കുമായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറേ ഫുള്ളായിട്ട് ആക്കാമായിരുന്നു. പക്ഷെ എനിക്ക് തിണ്ണയിലും കൂടെ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങോട്ട് എടുത്തേത് മണ്ടത്തരത്തിലായിരുന്നു ഇവിടെ കൊണ്ട് ടൈലിട്ടത്. ഇച്ചിരി വൃത്തിയായിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പം അപ്പോക്സി ഒന്നും ശരിയല്ലാത്തതുകൊണ്ട് തറയിലേക്ക് വെള്ളം ഇറങ്ങുന്നുണ്ട്. ആദ്യം ഞാൻ ഒരു ഷീറ്റ് ഗ്രാസ് മാറ്റായിരുന്നു എടുത്തുകൊണ്ട് വന്നത്. പക്ഷെ അതിട്ടപ്പോഴേക്കും ഒട്ടും സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടാമത്തേതും കൂടി എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ പിന്നെ എങ്ങനെ ഇട്ടാലാണ് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക എന്നുള്ള കൺഫ്യൂഷൻ കാരണം തിരിച്ചും മറിച്ചും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനും ഇച്ചും കൂടി. അവൾ കുറച്ച് അഭിപ്രായം പറയും, പിന്നെ ഞാൻ കുറച്ച് അഭിപ്രായം പറയും. പിന്നെ ഓരോരുത്തരുടെ അഭിപ്രായത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി നോക്കി. ഏറ്റവും അവസാനം വന്നപ്പോഴേക്കും ആദ്യം ഇട്ടതുപോലെ തന്നെ ഇട്ടു. അപ്പോഴാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത്. ഇവിടെ നമ്മളിങ്ങനെ പുല്ലൊക്കെ വെച്ചു. പിന്നെ ഇനി ഈ സൈഡിൽ കൂടെ നമുക്ക് കുറച്ച് ചെടി വെക്കണം. എന്നിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. നമുക്ക് ഇപ്പം ഇവിടെ വരെ ഉള്ളൂ ഈ ഒരു ഷീറ്റിന് എടുക്കുന്നത്. ഇത് കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് മാറ്റിയിടാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സേഫായിട്ട് നമുക്കിവിടെ ഇരിക്കാൻ പറ്റും. വലിയ വെയിലൊന്നും ഇല്ലാതിരിക്കാൻ പറ്റും. കൊടയോ? കുഞ്ഞിക്കൊടയല്ല, വലിയ സാധനം അവിടെ ഇടണം. ആ മഴയും ഇങ്ങോട്ട് വീഴാൻ പാടില്ല, വെയിലും ഇങ്ങോട്ട് അടിക്കാൻ പാടില്ല. ഒരു സ്റ്റെപ്പും കൂടെ ഈ ഷീറ്റ് വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ടെറസിൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട് ട്രീസും കൂടെ വെക്കുമ്പോഴാണല്ലോ ആ ടെറസിന് ഒരു ഗുമ്മുണ്ടാവുക. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഫ്രൂട്ട് ട്രീ പ്ലാന്റ് ചെയ്യുവാണ് ഇന്ന്. നമ്മൾ കഴിഞ്ഞ ദിവസം ആ ഒരു ഫ്ലവർ ഷോയ്ക്ക് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച എന്തോ തായ്ലൻഡ് ഓൾ ടൈം മാംഗോ എന്നോ അങ്ങോട്ട് പറഞ്ഞ പേരിലുള്ള ഒരു സംഭവമാണ്. എപ്പോഴും ഇത് കായ്ക്കും എന്നാണ് അവർ പറയുന്നത്. ചെറിയതായിട്ട് ഒത്തിരി അങ്ങനെ വളർന്ന് പന്തലിക്കുന്നൊന്നുമല്ല, നമുക്ക് ചട്ടിയിൽ വളർത്താൻ പറ്റുന്ന ചെറിയ തരത്തിലുള്ള മാവാണ്. അപ്പോൾ ഇതിന് 400 രൂപയായിരുന്നു. പിന്നെ അവർ ഒരു പാക്കറ്റ് വളവും കൂടെ തന്നു. നമ്മൾ മണ്ണിനകത്ത് അതും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് നട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ അങ്ങനെ മണ്ണിനകത്ത് ആ ഒരു വളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് നട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗാർഡൻ അപ്ഡേഷൻ വീഡിയോസ് കുറേ പേര് കാണുന്നുണ്ടെങ്കിലും ആരും അഭിപ്രായങ്ങളൊന്നും പറയാറില്ല. അതിൻ്റെ കുറച്ച് സങ്കടമുണ്ട്. അപ്പം ഇതെനിക്കൊരു ഗാർഡൻ അപ്ഡേഷൻ മാത്രമൊന്നുമല്ല, ഇതെൻ്റെ ഒരു മെൻ്റൽ ഹെൽത്ത് അപ്ഡേഷൻ കൂടിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു തംസ് അപ്പ് എങ്കിലും തരാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ പുതിയ അപ്ഡേഷനുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.